ഫസ്റ്റ് സംസാരിച്ച ഡോക്ടർ പറഞ്ഞു ലോകത്തിലെ ഡയബറ്റിക് ക്യാപിറ്റലാണ് ഇന്ത്യ എന്ന്. അതിന്റെ ഒരു മേജർ പാർട്ടിനാണ് ഇപ്പോൾ കേരളം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ കാലത്ത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ എന്ത് ലൈഫ് സ്റ്റൈലാണ് മാറ്റേണ്ടത് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്? ഇതൊരു ചോദ്യമാണ്. കുറേ സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്. ആ സ്റ്റഡീസിന്റെ ഒരു കൺക്ലൂഷൻ പറയാന്ന് വെച്ചാൽ നമ്മളുടെ ആൾക്കാർ, നാട്ടിലുള്ള ആൾക്കാരുടെ എനർജി ഇപ്പോൾ കൊളസ്ട്രോൾ അല്ല വിഷം, ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണ് വിഷം. പണ്ട് സായിപ്പന്മാർ നമ്മൾ വിശ്വസിച്ചു മുട്ടയുടെ മഞ്ഞ തിന്നരുത്. അതേ സായിപ്പ് തന്നെ പറഞ്ഞു ഇപ്പം മഞ്ഞ തിന്നാം, വെള്ള തിന്നാം. അതുപോലെ ഇപ്പോൾ വിഷം കൊളസ്ട്രോൾ അല്ല, ഇപ്പോൾ എക്സസ് കലറി. ഈ എക്സസ് കലറി ചോറായിട്ടും ചപ്പാത്തിയായിട്ടും നമ്മൾ ഓവറായിട്ട് കഴിക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് പ്ലേറ്റിൽ മേജർ വലിയൊരു കുഴി, സൈഡിലല്ലേ ചെറിയ കറിയുള്ളൂ. സായിപ്പിൻ്റെ അങ്ങനെ ഒരു വലിയൊരു കുഴിയും സൈഡിലെ കറിയില്ല. അവർക്ക് സലാഡ്സിലാണ് തുടങ്ങുക. അവർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് കലറി, ചോറ്, എനർജി ഭയങ്കരമായിട്ട് നമ്മൾ ഓവറായിട്ട് നമ്മളുടെ ഫുഡിനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉപകരണമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. വീട്ടിലുള്ള ആൾക്കാർ 10 പേര് ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിൽ അപ്പോൾ ഫുഡ് മാക്സിമം വെച്ചു. ഇതിൽ റൈസ്, ബിരിയാണി റൈസ്, ചിക്കനല്ല ബിരിയാണി റൈസ്. ഇത് ആണ് എൻ്റെ ഒരു ഓവറോൾ ആർട്ടിക്കിൾ, എൻ്റെ ഒരു ലിമിറ്റഡ് അറിവ് വെച്ചിട്ട് നമ്മൾ ഡയബറ്റിസ്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സസൈസ് ഇല്ലായ്മ, നമ്മളുടെ എനർജി. നമുക്കിപ്പോൾ ഞാൻ ഇരുന്ന് ജോലി ചെയ്യണ ദിവസം കഴിക്കണ ഫുഡല്ല, ഞാൻ സർജറി ചെയ്യണ ദിവസം അതിലും കൂടുതൽ എനർജി വേണം, ആൻജിയോപ്ലാസ്റ്റി റേഡിയേഷൻ അടിക്കുന്ന ദിവസം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള എനർജി അല്ല കലറി. ഇതാണ് ഇപ്പോൾ വിഷം ഈസ് കാർബോഹൈഡ്രേറ്റ്, നോട്ട് ഇത്. താങ്ക് യു. അതിൽ ആക്ച്വലി ഈ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഒരു കാലത്ത് നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്ന കാലത്ത് വെസ്റ്റിലും ഇതുണ്ടായിരുന്നു. അതായത് നമ്മുടെ അഗ്രികൾച്ചർ എക്കോണമിയിൽ നിന്ന്, അല്ലെങ്കിൽ ജോലി നല്ല മാനുവൽ ജോലി വേണ്ട എക്കോണമിയിൽ നിന്ന് ഓഫീസ് വർക്കുള്ള എക്കോണമിയിലേക്ക് മാറുന്ന കാലത്ത് ലോകത്ത് പല കൺട്രിയിലും ഇതുണ്ടായിട്ടുണ്ട്. ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ ഏഷ്യയിലും ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും, അതായത് ഗൾഫ് രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഒക്കെയാണ് ആക്ച്വലി ഇന്ത്യയേക്കാൾ മുന്നിലേക്ക് ഇപ്പോൾ ആഫ്രിക്ക കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഡയബറ്റീസിന്റെ കാര്യത്തിൽ. നമ്മൾ ക്യാപിറ്റൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഫ്രിക്ക നമ്മളെ ഇതെന്തുകൊണ്ടാ വെച്ചാൽ ഈ പുവർ ആയിട്ടുണ്ടായിരുന്ന അഗ്രികൾച്ചർ എക്കോണമിക്ക് പറ്റിയ തരത്തിലുള്ള ഭക്ഷണമാണ് ഇവിടെയൊക്കെ കഴിച്ചിരുന്നത്. അതായത് നല്ല കാർബോഹൈഡ്രേറ്റ് കയറ്റണം, എന്നാലും നമുക്ക് വൈകുന്നേരം വരെ കൈക്കോട്ടെടുത്ത് പണിയെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനുവൽ ലേബർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മാനുവൽ ലേബറിൽ നിന്ന് നമ്മൾ സാധാ ഓഫീസ് ജോബിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ആദ്യം മാറില്ല. നമ്മൾ ഇന്ത്യൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമ്മുടെ മെയിൻ ഫുഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മറ്റൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാരയിലുള്ളത് 5 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ്, ഏകദേശം 4 to 5. അതേസമയം ഒരു 100 ഗ്രാം അരി ഉണ്ടെങ്കിൽ ഏകദേശം 40 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ നല്ലോണം കട്ട് ചെയ്യാതെ, ഞാൻ ഇപ്പോൾ മധുരം ഉപയോഗിക്കില്ല, പക്ഷെ 2 പ്ലേറ്റ് ചോറും ഒരു 4 പുട്ട് രാവിലെ തിന്നുണ്ട് വെച്ചാൽ നമ്മൾ അതിനേക്കാളൊക്കെ എത്രയോ അധികം ഷുഗറാണ് ആക്ച്വലി നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പാരഡൈം ഷിഫ്റ്റ് ഇൻ ലൈഫ് സ്റ്റൈൽ വന്നേ പറ്റുള്ളൂ. നമ്മൾ ഈ പാത്രം നിറച്ച് വെച്ചിരുന്ന കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൂടുതൽ പ്രോട്ടീൻ ആകുമ്പോൾ ഏറ്റവും നല്ലത് വെജിറ്റബിൾ പ്രോട്ടീൻസ് കഴിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പിന്നെ കടല, പരിപ്പ്, പയറ്, സോയാബീൻ മാറ്റ സാധനത്തിൽ കുറച്ചും കൂടി ഹയർ ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടും. പക്ഷെ അതിൽ ക്വാണ്ടിറ്റി പ്രോട്ടീൻ കുറവാണ്. അപ്പോൾ അത് നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ എഗ് വൈറ്റ്, എഗ്ഗിൻ്റെ യെല്ലോ കുറച്ച് കഴിക്കാം, ആഴ്ചയിൽ 3-4 ഒക്കെ കഴിക്കാം, ചിക്കൻ കഴിക്കാം, മട്ടൻ ഫിഷ് കഴിക്കാം. ഇങ്ങനെ പ്രോട്ടീൻസ് കൂട്ടുകയും അതിൻ്റെ കൂടെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും ചെയ്താൽ നമുക്ക് ആവശ്യമില്ലാത്ത ഈ ക്യാപിറ്റൽ സ്ഥാനം ഒഴിവാക്കിയിട്ട് നമുക്ക് താഴേക്ക് പോവാം. അത് അമേരിക്കക്കാർ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് അവിടെ സ്വീറ്റ് പൊട്ടറ്റോ കൗച്ച് സിൻഡ്രോം എന്നാണ് പറഞ്ഞിരുന്നത്. TV ഒക്കെ വന്ന കാലത്ത് ഇരുന്ന് പൊട്ടറ്റോ ചിപ്സ് തിന്നിട്ട് ഇങ്ങനെ ചന്തിയൊക്കെ വലിയ വീർത്ത് വന്നിരുന്ന ആൾക്കാർ, അതിനാണ് സ്വീറ്റ് പൊട്ടറ്റോ കൗച്ച് സിൻഡ്രോം എന്നാണ് അവരോട് പറഞ്ഞത്. അത് മാറി അവർ ഹെൽത്തി ഹാബിറ്റിലേക്ക് മാറി. ആ ഒരു ചേഞ്ച് നമ്മുടെ എക്കോണമിയിൽ വരുന്നതോടുകൂടി നമ്മൾക്കും അത് മാറും. ഇപ്പൊ യങ്സ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാം, ജിമ്മുകളൊക്കെ ഫില്ലാണ്. കുട്ടികൾ കൂടുതൽ ബെറ്ററായി വരുന്നുണ്ട്. ഇപ്പം എല്ലാവരും എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, കോവിഡിന് ശേഷം പ്രത്യേകിച്ചു. ആ ഒരു പാരഡൈം ഷിഫ്റ്റ് നമ്മുടെ മൈൻഡിൽ വന്ന് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുന്നതോടെ നമുക്ക് ആവശ്യമില്ലാത്ത ഈ ക്യാപിറ്റൽ സ്ഥാനം നമ്മൾക്ക് നഷ്ടപ്പെടുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു ഏജ് ഇല്ല. കാരണം ഇപ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെ പണ്ട് നമ്മൾ വയസ്സ് കൂടിയവരുടെ ഡയബറ്റീസ് ആയിട്ടാണ് കൂടിയത്. പക്ഷെ ഇപ്പോൾ അത് ടൈപ്പ് 2 ഡയബറ്റീസ് ഓഫ് യങ് ഉണ്ട്, മോഡി എന്നൊക്കെ പറഞ്ഞിട്ട്, മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ് എന്ന് പറഞ്ഞിട്ട്
ഏജിനേക്കാൾ കൂടുതൽ നമ്മുടെ BMI, അതായത് ഫാറ്റിന്റെ കണ്ടന്റും ബോഡി കണ്ടന്റും തടിയും ഒക്കെ അതിന് കാരണങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് ഏജ് പറയാൻ പറ്റൂല. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തുടങ്ങുന്നത് മിക്കവാറും ടൈപ്പ് 1 ഡയബറ്റീസ് ആയിരിക്കും. ഈ ഡയബറ്റിക് ഉള്ള ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അണ്ടർ വെയിറ്റിലോട്ട് പോവാറുണ്ട്. അതിന് കാരണം എന്താണ്? ഡയബറ്റിസ് രോഗികൾ മെലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റയടിക്ക് നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഒരു പ്രധാന കാരണം ഡയബറ്റിസ് ട്രീറ്റഡ് അല്ല, വെൽ ട്രീറ്റഡ് അല്ല എന്നുള്ളത്. നന്നായി ട്രീറ്റ് ചെയ്ത ഡയബറ്റിസ് പേഷ്യൻസിന് യൂഷ്വലി വെയിറ്റ് ലോസ് വരില്ല. പക്ഷെ എല്ലാ ആൾക്കാർക്കും ഒരു 45 കഴിയുമ്പോൾ സാർക്കോപീനിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, നമ്മുടെ മസിൽസ് കുറഞ്ഞു പോകും, ഫാറ്റ് കൂടിപ്പോകും. അത് നിർത്തണമെങ്കിൽ നമ്മൾ സ്കെൽറ്റൽ മസിൽസിനുള്ള എക്സസൈസുകൾ ചെയ്യണം. പിന്നെ പ്രമേഹ രോഗികൾക്ക് അല്ല ആർക്കായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ക്യാൻസേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ, TB, HIV അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ ഒക്കെ നോക്കണം. പ്രമേഹം കൊണ്ട് മാത്രം വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാന കാരണം പ്രമേഹം കൺട്രോൾഡ് അല്ല എന്നുള്ളതാണ്. പിന്നെ പുതിയ ചില ഡയബറ്റിക് മെഡിസിൻസ് വെയിറ്റ് കുറക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നവരിലും വെയിറ്റ് കുറയാം. പക്ഷെ വെയിറ്റ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറയുന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചർ സൈൻ ആണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യമായി ചെക്കപ്പ് ചെയ്ത് അപകടങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്.